വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഏരിയയിലുള്ള ഡാർക്ക് കളർ മാറ്റാൻ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്രൈവറ്റ് ഏരിയയിലുള്ള ഡാർക്ക് കളർ മാറ്റാൻ മാത്രമല്ല, നമ്മുടെ ബോഡിയിലുള്ള എവിടെയായാലും നമുക്ക് കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി പാക്കായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു ഹോം റെമഡി ആണ്, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ഏരിയയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന, നമുക്ക് മുട്ടിൻ്റെ ഇവിടുത്തെ കറുപ്പ് പാടുകൾ ഉണ്ടെങ്കിൽ, കഴുത്തിൽ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് പ്രൈവറ്റ് ഏരിയാസിൽ നമുക്ക് കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഡാർക്ക് കളർ എന്ന് പറയുന്നത് ഒരു കോമൺ ആണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. ചിലരത് നമുക്ക് ഈ ഒരു പ്രൈവറ്റ് ഏരിയയിലുള്ള ഈ ഒരു ഡാർക്ക് കളറിന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അവിടെ മെലാനിൻ്റെ അളവ് കൂടുതലാണത് കൊണ്ടാണ് കൂടുതലും ഇതുപോലെ ഡാർക്ക് കളർ വരുന്നത്. അത് മാത്രമല്ല നമുക്ക് ഫ്രഷ് എയർ അവിടേക്ക് കൂടുതൽ കിട്ടാത്തത് കൊണ്ടും ഡാർക്ക് കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ വിഷമമാണ് അത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കോമൺ ആണ്. പക്ഷെ നമുക്ക് ഇതുപോലത്തെ ഓരോരോ ഹോം റെമഡീസ് നമുക്ക് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നേ. പക്ഷെ ഒരുപാട് കളർ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ആ ഉള്ള കളറിൽ നിന്ന് നമുക്ക് കുറച്ച് കൂടുതൽ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ആ ഒരു ഭാഗത്തെല്ലാം ഫുൾ ബോഡിയിലും നമ്മൾ ഇതിടുകയാണെങ്കിൽ നല്ലൊരു സ്കിൻ ലൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു പ്രൈവറ്റ് ഏരിയയിലുള്ള ഈ ഒരു പ്രൈവറ്റ് പാർട്ടിലുള്ള ഡാർക്ക് കളർ മാറ്റാനൊക്കെ കെമിക്കൽ പീലിങ്സ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ബിക്കിനി ഏരിയത്തിലുള്ള ഡാർക്ക് കളർ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും പോകാതെ നമുക്ക് ഹോം റെമഡി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാം, ആ ഒരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം, ആ ഒരു ഏരിയ എങ്ങനെ ലൈറ്റേൺ ആക്കാം എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അത് മാത്രമല്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുമല്ലോ, അതിനുശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ബോഡി ലോഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അവിടെ എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നമ്മൾ അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഡെയിലി നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ. അത് മാത്രമല്ല നമ്മൾക്ക് അവിടെ ചില വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഈർപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കളറ് വ്യത്യാസം നന്നായിട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും ആ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട്, അതായത് ഒരു വെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ നല്ല ഡ്രൈ ആയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് എപ്പോഴും ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഡാർക്ക് കളറൊക്കെ വരുന്നത് കുറയ്ക്കാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ഡാർക്ക് കളർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഷ് എയറൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഡാർക്ക് കളറൊക്കെ വരുന്നത് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അണ്ടർ ആംസ് ഡാർക്ക് കളറൊക്കെ മാറ്റാനൊക്കെ ഈ ഒരു പാക്ക് നല്ലതാണ്. അപ്പോൾ ഫുൾ ബോഡിയിലും നന്നായിട്ട് ഈവൻ സ്കിൻ ടോൺ ആക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പാക്കാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് പറയരുത്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഉപയോഗിക്കണം. നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് പ്രതീക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു മാറ്റമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ 1 മന്ത് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ഡെയിലി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. നല്ലൊരു ചേഞ്ചസ് ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് പാടുകളെല്ലാം മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫസ്റ്റ് യൂസിൽ തന്നെ അയ്യോ ഇത് റിസൾട്ട് കണ്ടില്ലല്ലോ ഒന്നും പറയരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി പാക്ക് എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും കൂടി ചെയ്യട്ടെ, മറ്റുള്ളവരും കൂടി യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ അത് ചെറുപയർ പൊടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എടുക്കണം, പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി നമ്മുടെ ഇതിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്. അതൊക്കെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ പൊടി എന്ന് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ സോപ്പിന് പകരം ബോഡി വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ള ഒരു സാധനമാണ് ഈ ഒരു ചെറുപയർ പൊടി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടതാണ് ഉഴുന്നുപൊടി.
ഉഴുന്നുപൊടി ഇതുപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റേൺ ചെയ്യാനും ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനും സൺ ടാനിനെ റിമൂവ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു നമ്മുടെ ഉഴുന്നുപൊടി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. കസ്തൂരി മഞ്ഞൾ നമുക്കറിയാം പണ്ട് മുതലേ നമ്മുടെ സ്കിന്നിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. പ്രസവം കഴിഞ്ഞവരായാലും അവരുടെ ബോഡിയിലൊക്കെ അവർ തേക്കുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. നമ്മുടെ ഡാർക്ക് കളറൊക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മുടെ സ്കിൻ ലൈറ്റ് ടേൺ ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. പൊട്ടറ്റോ ജ്യൂസ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് കളർ മാറ്റി സ്കിൻ ലൈറ്റ് ടേൺ ചെയ്യാനും വൈറ്റനിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഭയങ്കര കട്ടിയായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ പാലോ ആഡ് ചെയ്യുക കേട്ടോ. സോ ഞാൻ കയ്യിലാണ് ഈ ഒരു പാക്ക് ഇട്ടിട്ട് കാണിച്ചു തരാൻ പോകണം. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് അറിയും എന്നല്ലാതെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഈ ഒരു പാക്ക് നമ്മൾ ഹോം മെയ്ഡായി ചെയ്യുമ്പോൾ തന്നെ പക്ഷെ റിസൾട്ട് അടിപൊളിയാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ റിസൾട്ട് അടിപൊളിയാണ്. പക്ഷെ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചേഞ്ചസ് ഫീൽ ചെയ്യും എന്നല്ലാതെ ഒരുപാട് ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. തൊടിയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പുകളൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു പാക്ക്. അത് മാത്രമല്ല മുട്ടിൻ്റെ ഇവിടുത്തെ ഈ ഒരു കറുത്ത പാട് മാറ്റാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കഴുത്തിൻ്റെ അവിടെ കറുപ്പുണ്ട് അല്ലെങ്കിൽ ബോഡിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ബോഡി പാക്കായിട്ട് ഫുൾ ബോഡി പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു ഭാഗത്ത് മാത്രമല്ലാതെ ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പാക്ക് വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്ത ചിലർക്ക് ഈ ഒരു ചെറുപയറിൻ്റെ പൊടി ചേരണം എന്നില്ല. അതുകൊണ്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നവർ ചേരുന്നുള്ളവർ മാത്രം അത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് തിക്കായിട്ട് തന്നെ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് നമ്മളിത് കുറച്ച് ഡ്രൈ ആവണ വരെ നമ്മളത് വെക്കണം. എന്നാലാണ് ആ ഒരു റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല. ഇപ്പോൾ ഒരു മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആവില്ല, ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് തരാം. കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയി പോകും കേട്ടോ. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ വെള്ളമാക്കി കൊടുത്തതുപോലെ പെട്ടെന്ന് വരും കേട്ടോ. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. വലിയ റിസൾട്ടൊന്നും ഫസ്റ്റ് യൂസിൽ തന്നെ വലിയ റിസൾട്ടൊന്നും കാണില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇട്ടതിൽ കാണിച്ചതിനൊക്കെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഒരു തവണ യൂസ് ചെയ്ത് പറഞ്ഞിട്ട് റിസൾട്ടൊന്നും കാണില്ല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കുന്ന ഹോം മെയ്ഡാണ്, ഒരു കെമിക്കലും ആഡ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ മാത്രമേ ഈ ഒരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ച് ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.